റാന്നി നഗരത്തിലെ നിരവധി കടകൾക്ക് നാശനഷ്ടമുണ്ടായി. അത് രാവിലെ മുതൽ തന്നെ അവിടെയുള്ള മറ്റു പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. കാരണം മാലിന്യമൊക്കെ കുന്നുകൂടി വന്ന് കിടപ്പുണ്ടായിരുന്നു. വെള്ളം കയറിയതാണ്, ചെളിയൊക്കെ ഉണ്ടാകും. രാവിലെ മുതൽ ശുചീകരണ പ്രവർത്തനങ്ങളിലാണ് ശരിക്കും റാന്നി നിവാസികൾ. പത്തനംതിട്ടയിലെ ദുരിത പെയ്ത്തിന് താൽക്കാലിക ശമനമായിട്ടുണ്ട്. റാന്നിയെ മുക്കിയ വെള്ളപ്പൊക്കത്തിനും താൽക്കാലികമായി ശമനം വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ തന്നെ ഇറങ്ങി തുടങ്ങി. പൂർണ്ണമായിട്ടും റാന്നി നഗരം ഉൾപ്പെടെ, ഞാൻ ഈ നിൽക്കുന്ന സ്ഥലം ഉൾപ്പെടെ പൂർണ്ണമായിട്ടും മുങ്ങിയതാണ്. ഈ സ്ഥലങ്ങളിൽ നിന്നൊക്കെ തന്നെ വെള്ളം പൂർണ്ണമായിട്ടും ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ റാന്നി നിവാസികളും പ്രദേശവാസികളും ഒക്കെ തന്നെ നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ മാലിന്യ പ്രശ്നമാണ്. വെള്ളപ്പൊക്കത്തിൽ ഈ പ്രദേശങ്ങളിൽ, നഗരങ്ങളിലൊക്കെ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ എത്രയും വേഗം നീക്കം ചെയ്യണമെന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇവർ നേരിടുന്ന പ്രശ്നം എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞാൽ അടുത്ത കാര്യം എന്ന് പറയുന്നത്, നഗരപ്രദേശമായതുകൊണ്ട് തന്നെ ഒട്ടനവധി കടകളാണ് ഈ പ്രദേശങ്ങളിൽ ഉള്ളത്. ആ പ്രദേശങ്ങളിലൊക്കെ തന്നെ നിരവധി കടകളിൽ വെള്ളം കയറിയിട്ടുണ്ട്, സാധനങ്ങൾ നശിച്ചിട്ടുണ്ട്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇവിടെ 4 മണിയായപ്പോൾ വന്നപ്പോഴത്തേക്കും വെള്ളം അരയോളമായി. പിന്നെ ഞങ്ങൾക്ക് ഇതിനകത്തൊന്നും ഒരു സാധനം എടുക്കാൻ വയ്യാതായി. പുലർച്ചെ 4 മണിക്ക് വെള്ളത്തിൽ കിടന്നുകൊണ്ട് തന്നെ പുള്ളി കട പൂട്ടുമായിരുന്നു. അപ്പോഴത്തേക്ക് അങ്ങ് മേളോളം വെള്ളമായി. പകൽ വെള്ളം കയറുന്നതായതുകൊണ്ട് ഞങ്ങൾക്ക് കയറി വരുമ്പോൾ അറിയാം, ഞങ്ങൾ സാധനങ്ങൾ കൊണ്ടുപോകും. പക്ഷേ ഇതിപ്പോൾ രാത്രിയിൽ 3 മണിക്ക് തൊട്ട വെള്ളം കയറ്റാൻ തുടങ്ങി. അപ്പോൾ നമ്മളൊന്നും അറിയുന്നില്ല. ആരോ ഒരാൾ സീതത്തോട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ഇവിടെ ഉരുള് പൊട്ടിയിട്ടുണ്ട്, പെട്ടെന്ന് പൊക്കോളാൻ പറഞ്ഞ് ഞാൻ വന്നപ്പോഴത്തേന് വെള്ളമായി കഴിഞ്ഞു. ഇവിടെ പിന്നെ ഇനിയിപ്പോൾ മുന്നോട്ടുള്ള കാര്യമാണ് പ്രയാസം അല്ലേ? മുന്നോട്ടുള്ള കാര്യം, ഒന്ന് എൻ്റെ സാധനങ്ങൾ, 2 കസ്റ്റമേഴ്സിൻ്റെ തുണി. ഒരു വെള്ളപ്പൊക്കം ഉണ്ടായാൽ ഒരു 24 മണിക്കൂറിനുള്ളിൽ വെള്ളം കയറി ഇറങ്ങി പോയി. അതിനുശേഷം ഉണ്ടാവുന്ന നഷ്ടങ്ങളാണ് ഇപ്പോൾ റാന്നി പ്രദേശവാസികൾ ഒക്കെ തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന റോഡ് പൂർണ്ണമായിട്ടും അടഞ്ഞു കിടക്കുന്ന ഒരു നിലയിലായിരുന്നു. റാന്നി വലിയ പാലത്തിന് ശേഷം ഇങ്ങോട്ട് ഒരിക്കലും വാഹനങ്ങൾ കടത്തിവിടാൻ പറ്റാത്ത രീതിയിൽ വെള്ളമായിരുന്നു. അതുപോലെ തന്നെ മന്ദിരമ്പടിയിൽ നിന്നും വടശ്ശേരിക്കര പോകുന്ന റൂട്ടിലും വെള്ളമായിരുന്നു. ഇതിനൊക്കെ തന്നെ ഒരു ശമനം വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് റാന്നി ബസ് സ്റ്റാൻഡിലാണ്. ഈ ബസ് സ്റ്റാൻഡിലെ വ്യവസായികളെ സംബന്ധിച്ചിട്ട് ചെറിയൊരു പ്രശ്നം രാവിലെ ഉടലെടുത്തിരുന്നു. അതായത് ഈ ബസ് സ്റ്റാൻഡിന് താഴ്ഭാഗത്തായിട്ടുള്ള കടകളിൽ വെള്ളം പൂർണ്ണതോതിൽ വലിഞ്ഞിട്ടില്ലായിരുന്നു. കുറച്ച് ഉൾഭാഗങ്ങളിൽ വെള്ളമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ കഴിയില്ലായിരുന്നു. എന്നാൽ പഞ്ചായത്ത് എത്തി ഉടനടി തന്നെ ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് പറഞ്ഞതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. എന്നാൽ സ്ഥലം MLA ഉടനെ തന്നെ വന്ന് ഇടപെട്ടു. അതിനൊരു പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട്. ശുചീകരിച്ചെടുക്കുന്ന മാലിന്യങ്ങൾ തൊട്ടടുത്ത് തന്നെ എവിടെയെങ്കിലും ഒരുമിച്ച് കൂട്ടിയിടണമെന്നാണ് ഇപ്പോൾ നിലവിൽ MLA അവർക്ക് നിർദ്ദേശം കൊടുത്തിട്ട് പോയിരിക്കുന്നത്. ഇവിടെ 2018 പ്രളയം ഉണ്ടായി, ഒരു പരിഹാര നടപടി സ്വീകരിച്ചില്ല. 8 വർഷം കഴിഞ്ഞു, ഒന്നും ചെയ്തില്ല. എല്ലാ വർഷവും റാന്നിക്കാർ വെള്ളം കുടിച്ച് ജീവൻ തൊലയണമെന്നുള്ള അവസ്ഥയാണ്. ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കി. രാവിലെ 7 മണിയോടുകൂടി തന്നെ MLA അതുപോലെ തന്നെ സ്ഥലം ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ളവരെത്തി ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ബസ് സ്റ്റാൻഡ് ഇപ്പോൾ പൂർണ്ണമായിട്ടും ശുചീകരിച്ചെടുത്തിട്ടുണ്ട്. ഇനി തൊട്ടടുത്ത് റോഡുകൾ, അതുപോലെ തന്നെ കടകൾ, ചെറിയ ചെറിയ സ്ഥലങ്ങളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം തന്നെ ശുചീകരിച്ചെടുക്കുന്ന പ്രവർത്തനങ്ങളിലാണ് ഇപ്പോൾ റാന്നിയിലെ ജനങ്ങൾ ഉള്ളത്. ഈ ഒരു മഴയ്ക്ക് പ്രധാനമായിട്ടും കാരണമായതെന്ന് പറയുന്നത് വടശ്ശേരിക്കരയിൽ വലിയ തോതിൽ പെയ്ത മഴയാണ്. അതുപോലെ തന്നെ 3 ഇടങ്ങളിൽ ഉരുൾപൊട്ടലിന് സമാനമായി മണ്ണിടിച്ചിലുണ്ടായി. അതൊക്കെയാണ് ഇത്ര വേഗം റാന്നിയിലേക്ക് ഒരു വലിയ തോതിൽ വെള്ളപ്പൊക്കത്തിന് കാരണമായത്. എന്തായാലും ഇപ്പോൾ ഒരു താൽക്കാലിക ശമനം വന്നിട്ടുണ്ട്. ഇനി മഴ എങ്ങനെ തുടർന്ന് പെയ്യുമെന്നുള്ളത് മാത്രമാണ് ജനങ്ങളെ ആശങ്കയാക്കുന്നത്. അതുപോലെ തന്നെ ഇത്തരത്തിൽ ഉണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങളുമാണ് ജനങ്ങൾക്ക് ആശങ്കയായി നിൽക്കുന്നത്.